Dear students, organic chemistry, some basic principles and techniques in the essential theory ഈ വീഡിയോയിൽ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 11th സ്റ്റാൻഡേർഡിൽ 2 ചാപ്റ്റേഴ്സ്, 12th സ്റ്റാൻഡേർഡിൽ മെയിൻ ഓർഗാനിക് 4 ചാപ്റ്റേഴ്സ്, ടോട്ടൽ അങ്ങനെ മൊത്തം 6 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത് ഓർഗാനിക്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ബേസിക് ടെർമിനോളജീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ളത് 11th സ്റ്റാൻഡേർഡ് 12th സ്റ്റാൻഡേർഡ് തോനെ തിയറി ആയിട്ട് തന്നെ പഠിച്ചു വെച്ചേക്കുന്ന ഓർഗാനിക് കെമിസ്ട്രി ഹൈഡ്രോ കാർബൺസ് ഉൾപ്പെടെ ഉള്ളതിന്റെ ക്ലാസിഫിക്കേഷനും നെയിമിംഗ് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വളരെ ചുരുക്കമാണ് MCQന്റെ അകത്തെന്ന് പറയുമ്പോഴത്തേക്ക്. നെയിമിംഗ് ഏത് രീതിക്ക് വേണമെങ്കിലും ചോദിക്കാം, എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് നെയിമിംഗിന് ബേസ് ചെയ്ത് ഉണ്ടാക്കാനും പറ്റും. ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് വരുന്നുകൊണ്ടിരിക്കുന്നത് ഓർഡർ ആയിരിക്കും. ഈ പറഞ്ഞ ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റോ റെസൊണൻസ് എഫക്റ്റിന്റെ ഒക്കെ ഓർഡർ ചോദിച്ചുകൊണ്ടാണ് കാണാറുള്ളത് പൊതുവെ MCQs. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ തുടങ്ങുന്ന തിയറി ടോപ്പിക്സ് പറഞ്ഞാൽ ജസ്റ്റ് റീകളക്ഷൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഇതൊന്നുമല്ല, ഇതിന്റെ അപ്പുറം തിയറി ഇതിന്റെ അകത്ത് പറയാനുള്ളതാണ്. നിങ്ങൾക്ക് 11th സ്റ്റാൻഡേർഡ് 12th സ്റ്റാൻഡേർഡ് മാക്സിമം ടോപ്പിക്സ് നിങ്ങൾ കവറായിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഫസ്റ്റ് വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഏറ്റവും കൂടുതൽ കാർബൺ ഉണ്ടാക്കുന്നതിന്റെ കാരണം തന്നെ ഡ്യൂ ടു 2 ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസ് ആണ്. ഒന്ന് കാറ്റിനേഷനും അടുത്തത് ഐസോമർസും. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് or hydrocarbons, acyclic or open chain or aliphatic. Acyclic means closed rings വരത്തില്ല, അതിനെ തന്നെയാണ് ഓപ്പൺ ചെയിൻ എന്ന് വിളിക്കുന്നത്, അതിനെ തന്നെയാണ് ആലിഫാറ്റിക് എന്ന് പറയുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് വരുന്നതാണ് സൈക്ലിക് ഓർ ദ ക്ലോസ്ഡ് റിംഗ്. അത് ആദ്യമേ നമുക്ക് പറഞ്ഞു തീർത്തേക്കാം. ഹെട്രോസൈക്ലിക്കും ഹോമോസൈക്ലിക്കും വരും. ഹോമോസൈക്ലിക്കിന്റെ അകത്ത് ആലിസൈക്ലിക് ഉണ്ട്, ആരോമാറ്റിക് ഉണ്ട്. ആലിസൈക്ലിക് എന്ന് വെച്ചപ്പോൾ സൈക്ലോപെന്റേൻ, സൈക്ലോപ്രോപ്പെയിൻ, ഇതെല്ലാം ആലിസൈക്ലിക് ആണ്. ഇനി അതിൽ തന്നെ സാച്ചുറേറ്റഡ് ഉണ്ട്, അൺസാച്ചുറേറ്റഡ് ഉണ്ട്. സാച്ചുറേറ്റഡ് സൈക്ലോ ആൽക്കെയിൻസ് വരും, അൺസാച്ചുറേറ്റഡ് സൈക്ലോ ആൽക്കീൻസും സൈക്ലോ ആൽക്ക് വൈൻസും വരും. ഇനി ആരോമാറ്റിക്കിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ ആരോമാറ്റിക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്ന ആളാരാന്ന് വെച്ചാൽ ബെൻസീനും ബെൻസീന്റെ കുറെ ആൾക്കാർ, ബെൻസീൻ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ബെൻസീൻ ഡിറൈവ്ഡ് കോമ്പൗണ്ട്സ് ഉണ്ട്. അതിൽ ആരോമാറ്റിക് കോമ്പൗണ്ട്സ് മെയിൻലി ബെൻസീനോയിഡ്സ്. ഇനി ബെൻസീൻ അല്ലാത്തവരും ഉണ്ട്. അതിൽ വരുന്നതാണ് നോൺ ബെൻസീനോയിഡ് കോമ്പൗണ്ട്സ്. അത് നമ്മുടെ NCERT ടോപ്പിക്സിന്റെ അകത്ത് വരുന്നതുമല്ല. നോൺ ബെൻസീനോയിഡ് നിങ്ങൾ ഡിഗ്രി ലെവലിലൊക്കെ ഓർഗാനിക് കെമിസ്ട്രി എടുക്കുമ്പോഴാണ് നോൺ ബെൻസീനോയിഡ് കോമ്പൗണ്ട്സിനെ കുറിച്ച് ഡീറ്റെയിൽ വരും. ഇനി ആലിഫാറ്റിക് നിങ്ങൾ 10th 9th 10th 11th 12th ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് ആലിഫാറ്റിക്. സിമ്പിൾ ആയിട്ടുള്ള സാച്ചുറേറ്റഡ് ആണ് അതിൽ ആൽക്കെയിൻസ്, അൺസാച്ചുറേറ്റഡ് ഡബിൾ ബോണ്ട് ഉള്ള ആൽക്കീൻസും ട്രിപ്പിൾ ബോണ്ട് ഉള്ള ആൽക്കൈൻസും വരും. ഓക്കെ, ഇതൊരു റഫ് ക്ലാസിഫിക്കേഷൻ ആണ്, ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഹോമോലോഗസ് സീരീസ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. ഹോമോലോഗസ് സീരീസ് എന്ന് പറയുമ്പോൾ ഒരു ഫാമിലി വിച്ച് ഡിഫർ ബൈ CH2 യൂണിറ്റ് കാൾഡ് ഹോമോലോഗസ് സീരീസ്. ആൽക്കെയിൻ ഫാമിലിയിൽ മീതേനും ഈതേനും ഹോമോലോഗസ് ആണ്, ഈതേനും പ്രൊപ്പേനും ഹോമോലോഗസ് ആണ്. ആൽക്കീനിൽ പ്രൊപ്പീനും ബ്യൂട്ടീനും ഹോമോലോഗസ് എന്ന് വെച്ചാൽ അവർ തമ്മിലുള്ള ഡിഫറൻസ് CH2 യൂണിറ്റിന്റെ ഡിഫറൻസ് ആണെങ്കിൽ ദേ ഫോം എ ഹോമോലോഗസ് സീരീസ്. ഇനി ഇതിന്റെ IUPAC നെയിം നമ്മൾ ഏത് നെയിം എടുത്താലും അതിനൊരു സെക്കൻഡറി പ്രിഫിക്സ് കാണും, ഒരു പ്രൈമറി പ്രിഫിക്സ് കാണും, ഒരു വേർഡ് റൂട്ട് കാണും. വേർഡ് റൂട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ പേര് പറയുമ്പോൾ മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ് എന്നൊക്കെ പറഞ്ഞു പോകുന്ന എല്ലാം എന്താണ് വേർഡ് റൂട്ട് തന്നെയാണ്. പിന്നെ ഇതിന്റെ ഓർഡർ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് നമ്മൾ നെയിം ചെയ്യുമ്പോൾ അതിനൊരു ഓർഡർ കീപ്പ് ചെയ്യാൻ, ദാറ്റ് ഓർഡർ ഈസ് കാൾഡ് ദ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ്. ആരാവണം എന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടി നമ്മളൊരു ഓർഡർ കീപ്പ് ചെയ്യും. ദാറ്റ് ഓർഡർ ഈസ് കാൾഡ് ദ പ്രയോറിറ്റി ഓർഡർ. പ്രയോറിറ്റി ഓർഡർ പ്രകാരം കാർബോക്സിലിക് ആസിഡ് COOH ആണ് മോസ്റ്റ് പ്രിഫറബിൾ. അതിനുശേഷം SO3H സൾഫോണിക് ആസിഡ് വരും. COR ഈ പറഞ്ഞ പോലെ ആൽക്കോക്സൈഡ്സ് വരും. COCl ആസിഡ് ക്ലോറൈഡ് വരും. CONH2 അമൈഡ്സ് വരും. CN സയനൈഡുകൾ വരും. അതേപോലെ CO കീറ്റോൺ, OH ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, NH2 അമീൻ ഗ്രൂപ്പ്. അതിനുശേഷം ഡബിൾ ബോണ്ട്, ഏറ്റവും ലീസ്റ്റ് പ്രിഫറൻസ് ഉള്ളത് ട്രിപ്പിൾ ബോണ്ട്. ഇനി ഇവന്റെയും ലോ റാങ്കിൽ ആൾക്കാർ വരും, അതാണ് ഹാലജൻസ്. ഇനി ഐസോമറിസം പല ടൈപ്പ് ഉണ്ട്. ഒരേ ഫോർമുല ഉള്ളവർ പല രൂപത്തിരിക്കുന്നു. മെയിൻലി ഐസോമറിസം സ്ട്രക്ചറൽ ഐസോമറിസവും സ്റ്റീരിയോ ഐസോമറിസം. അതിൽ സ്റ്റീരിയോ ആദ്യമേ അങ്ങ് പറയാം. ജോമെട്രിക്കൽ ഐസോമറിസം, അതിന്റെ അകത്ത് സിസ് ട്രാൻസ് ഐസോമറിസം. പിന്നെ ഒപ്റ്റിക്കൽ ഐസോമറിസം നിങ്ങൾ ഡീറ്റെയിൽ പഠിക്കുന്നത് 12th സ്റ്റാൻഡേർഡ് ഹാലോ ആൽക്കെയിൻസിലാണ്. D ഫോം ഡെക്സ്ട്രോ റൊട്ടേറ്ററി, L ലീവോ റൊട്ടേറ്ററി ഫോം. ഇനി സ്ട്രക്ചറൽ ഐസോമറിസം തന്നെ 5ആയിട്ട് തരഞ്ഞ് ചെയിൻ ഓർ ന്യൂക്ലിയർ ഐസോമറിസം, പൊസിഷൻ ഐസോമറിസം, ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം, മെറ്റാമറിസം, ടോട്ടോമറിസം. ഇതിൽ മെറ്റാമറിസവും ടോട്ടോമറിസവും മിക്കപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും വെച്ച് ചോദിക്കുന്ന എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്.
ഇതിൽ ഏതായിരിക്കും ദ പെയർ ഷോയിങ് ടോട്ടോമെറിസം, ദ പെയർ ഷോയിങ് മെറ്റാമെറിസം എന്ന് പറഞ്ഞാണ് ചോദിക്കാറ്. അപ്പൊ അതില് തിരിഞ്ഞു പോയത് ടോട്ടോമെറിസം ഈസ് ഡ്യൂ ടു എറൈസസ് ഡ്യൂ ടു മൈഗ്രേഷൻ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റം ആയിരിക്കും ഷിഫ്റ്റ് ചെയ്ത് കളിക്കും. എന്നാൽ ഇവിടെയാണെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ ഡിഫറൻസ് ആണ് മെറ്റാമെറിസം എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ മീതയിലും റൈറ്റ് സൈഡിൽ ഈതയിലും. അത് പിന്നെ തിരിഞ്ഞു വരുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഈതയിലും റൈറ്റ് സൈഡ് മീതയിലും വന്നാൽ ഇറ്റ് ഈസ് മെറ്റാമെറിസം. ഇനി ബോണ്ട് ബ്രേക്കിംഗ് ഓർ ദ ഫിഷൻ ഓഫ് കോവാലന്റ് ബോണ്ട് രണ്ട് തരമുണ്ട്. ഹെട്രോളിറ്റിക് ക്ലീവേജും ഉണ്ട്, ഹോമോളിറ്റിക് ക്ലീവേജും. ഹെട്രോളിറ്റിക് ക്ലീവേജ് മീൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആനയോണും ഒരു കാറ്റയോണും ഡെവലപ്പ് ചെയ്യും. ഹോമോളിറ്റിക് മീൻസ് ഫ്രീ റാഡിക്കൽസ് ആയിരിക്കും അവിടെ ജനറേറ്റ് ചെയ്യും. ഇപ്പൊ ഇന്റർമീഡിയറ്റ്സിന്റെ ഡെഫിനേഷനും അതിന്റെ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ടേബിൾ ആണ്. ഡെഫിനേഷൻ ആവശ്യമില്ലെങ്കിലും കുഴപ്പമില്ല. ഹൈബ്രിഡൈസേഷൻ ആൻഡ് ദ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി. ഒരു കാർബണിന് പോസിറ്റീവ് ചാർജ് വന്ന അവന്റെ പേരാ കാർബോകാറ്റോൺ. ആൾമോസ്റ്റ് ആൾ കാർബോകാറ്റോൺസ് ആർ sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഈ കാർബോകാറ്റോൺസ് പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടെർഷറി ഉണ്ട്. അതിന്റെ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി എപ്പോഴും ടെർഷറി കാർബോകാറ്റോൺസ് മോർ സ്റ്റേബിൾ ആണ്. റീസണും കൂടെ ഞാൻ ഇപ്പോഴേ പറഞ്ഞു, ഇറ്റ് ഈസ് ഡ്യൂ ടു ഹൈപ്പർ കോൺജുഗേഷൻ. അപ്പൊ എന്തുകൊണ്ടാണെന്നുള്ളത് ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റോട് നിങ്ങൾക്ക് അറിയാം. കൂടുതൽ ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടെങ്കിൽ കൂടുതൽ പോസിബിൾ സ്ട്രക്ചേഴ്സ് ആവും, അതുകൊണ്ട് തന്നെ അത് കൂടുതൽ സ്റ്റേബിളുമാണ്. സെക്കൻഡറിയില് ഹൈഡ്രജന്റെ എണ്ണം കുറയും, പ്രൈമറി ആകുമ്പോൾ ഹൈഡ്രജന്റെ എണ്ണം നാമമാത്രമാവും, അതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റിയുടെ വളരെ ലെസ് സ്റ്റേബിൾ ആണ്. ഇനി കാർബാനിയോൺ എന്ന് വെച്ചാൽ അതിന്റെ ഹൈബ്രിഡൈസേഷൻ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. sp3 ഹൈബ്രിഡൈസ്ഡ് കോമ്പൗണ്ട്സിന് പിരമിഡൽ ഷേപ്പ് ആയിരിക്കും. അതിന്റെ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി തിരിയും. പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷറി, അതായത് ലീസ്റ്റ് സ്റ്റേബിൾ ടെർഷറി കോമ്പൗണ്ട്സ് ആയിരിക്കും വരും. ഇനി ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുമ്പോൾ sp2 ഹൈബ്രിഡൈസ്ഡ് തന്നെയായിരിക്കും. ഈ ഫ്രീ റാഡിക്കലും കാർബോകാറ്റോണും ആൾമോസ്റ്റ് സിമിലർ ആണ്. കാര്യം ഹൈബ്രിഡൈസേഷൻ sp2 ആണ്, ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റിയും ടെർഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി തന്നെ വരത്തേ. ഇനി അറ്റാക്കിംഗ് റിയേജൻസ്, നമ്മുടെ റിയാക്ഷൻ മെക്കാനിസത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. റിയാക്ഷൻ മെക്കാനിസത്തിൽ ഒരു സബ്സ്ട്രേറ്റ് ആണ്, സബ്സ്ട്രേറ്റിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന രണ്ട് കൂട്ടം ആൾക്കാരേ ഉള്ളൂ, ഏതർ ന്യൂക്ലിയോഫൈൽ ഓർ ഇലക്ട്രോഫൈൽ. ന്യൂക്ലിയോഫൈൽസ് മീൻസ് ന്യൂക്ലിയോസ് ലവിംഗ് സ്പീഷീസ്. അതിന് ഒന്നുകിൽ നെഗറ്റീവ് ചാർജ് ആയിരിക്കും അല്ലെങ്കിൽ ന്യൂട്രൽ ചാർജ് ആയിരിക്കും. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് മൂവ്മെന്റ്സ് ഡിഫൈൻ ചെയ്യുന്നത്. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് മൂവ്മെന്റ്സ് ആദ്യം വരുന്ന ഇൻഡക്റ്റീവ് ഓർ ദ ഐ എഫക്ട്. അതിൽ ഐ എഫക്ട് തന്നെ രണ്ട് കൂട്ടമുണ്ട്, മൈനസ് ഐയും പ്ലസ് ഐയും. അതിന്റെ ഡെഫിനേഷൻ ഒന്നും വേണ്ട. മൈനസ് ഐ എഫക്ട് എക്സിബിറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ്സ് ഏതൊക്കെ? അതിൽ മെയിൻ ഒരു 5-6 ഗ്രൂപ്പ്. അതിൽ ആദ്യത്തെ ആള് ഹാലജൻസ് ആണ്. പിന്നെ വരുന്നത് NO2 ഗ്രൂപ്പ്, ദേ ഷോ മൈനസ് ഐ എഫക്ട്. ഇനി പ്ലസ് ഐ എഫക്ട് കാണിക്കുന്നത് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആണ്. മീതൈൽ, ഈതൈൽ, പ്രൊപ്പൈൽ, ഐസോപ്രൊപ്പൈൽ ഒക്കെ പ്ലസ് ഐ എഫക്ട് ആണ്. അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഈ ഓർഡർ ഇങ്ങനെ തന്നെ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി അടുത്ത ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്ട് ആണ് ഇലക്ട്രോമെറിക് എഫക്ട്. ഇതും രണ്ട് ടൈപ്പ് ആണ്. പ്ലസ് ഇ എഫക്ട് ഉണ്ട്, മൈനസ് ഇ എഫക്ട് ഉണ്ട്. അപ്പൊ പ്ലസ് ഇ എഫക്ട് പൊതുവെ കാണിക്കുന്ന പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വെൻ ദ അപ്രോച്ചസ്, ആറ്റം അപ്രോച്ച് ചെയ്യുന്നത് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ് ടുവേർഡ്സ് ദി ആറ്റം ആണ് ഈ പറഞ്ഞ പ്ലസ് ഇ എഫക്ട്. മൈനസ് ഇ എഫക്ട് എന്ന് വെച്ചാൽ ദ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ടേക്സ് എവേ ഫ്രം ദ ആറ്റം ആണ് മൈനസ് ഇ എഫക്ട്. ഇനി അടുത്ത എഫക്ട് ആണ് റെസണൻസ് ഓർ ദ മീസോമെറിക് എഫക്ട്. അതിൽ പ്ലസ്, റെസണൻസിന് വേറെ ഷോർട്ട് ചെയ്ത് ചില ടെക്സ്റ്റുകളിൽ പ്ലസ് എം എഫക്ട് എന്ന് പറയും. റെസണൻസിന്റെ വേർഡ് വെച്ച് പോയാൽ പ്ലസ് ആർ എഫക്ട് എന്നും പറയും. അതും കാണിക്കുന്ന ഗ്രൂപ്പുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹൈഡ്രോക്സിൽ OH ഗ്രൂപ്പ്, അമോണിയയുടെ NH2 ഗ്രൂപ്പ്, പിന്നെ ഹാലജൻസ്, ഇവരെല്ലാം പ്ലസ് ആർ ഗ്രൂപ്പുകാരാണ്. ഇനി മൈനസ് ആർ ഓർ ദ മൈനസ് എം എഫക്ട് കാണിക്കുന്ന കാര്യം റെസണൻസിന്റെ വേറൊരു പേരാണ് മീസോമെറിക് എഫക്ട്. അവിടെ ആൾട്ടർനേറ്റ് സിംഗിൾ ബോണ്ട് ഡബിൾ. റെസണൻസ് കാണിക്കുന്ന ഏറ്റവും ഓർക്കാൻ എളുപ്പമുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് ബെൻസീനാണ്. അപ്പോ റെസണൻസ് എഫക്ട് രണ്ട് ടൈപ്പ്, പ്ലസ് ആർ, മൈനസ് ആർ. അതിൽ മൈനസ് ആർ കാണിക്കുന്നത് കീറ്റോൺ ഗ്രൂപ്പ് ഉണ്ട്, ആൾഡിഹൈഡ് CHO ഗ്രൂപ്പ് ഉണ്ട്, സയനൈഡ് CN ഗ്രൂപ്പ് ഉണ്ട്, NO2 ഗ്രൂപ്പ്. ഇനി അടുത്തതാണ് ഹൈപ്പർ കോൺജുഗേഷൻ എഫക്ട്. ഹൈപ്പർ കോൺജുഗേഷൻ എഫക്ട് ഈസ് ആൾസോ കാൾഡ് ദ നോ ബോണ്ട് റെസണൻസ് ഓർ ദ ബേക്കർ-നാഥൻ എഫക്ട് എന്നാണ്. അതിൽ ഈ പറഞ്ഞ മോസ്റ്റ് സ്റ്റേബിൾ for an alkyl groups attached to the unsaturated system, it decreases with the decrease in number of alpha atoms. ഈ പറഞ്ഞ സ്റ്റെബിലിറ്റി മീതയിലിനെക്കാട്ടി സ്റ്റേബിൾ കൂടുതലായിരിക്കും. ഏറ്റവും ഹയസ്റ്റ് സ്റ്റേബിൾ ടെർഷറി ആയിട്ടുള്ള കാർബോകാറ്റോൺസ് സ്റ്റേബിൾ ആണ്. അതേപോലെ തന്നെ ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റിന്റെ ഈ പറഞ്ഞ അൺസാച്ചുറേറ്റഡ് സിസ്റ്റത്തില് ഡിക്രീസിങ് ഓർഡർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഓർഡറിന് അത്ര ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ജസ്റ്റ് എന്താണ് ഹൈപ്പർ കോൺജുഗേഷൻ എഫക്ട് എന്ന് മാത്രം ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഈ ചാപ്റ്ററിൽ വരുന്ന ഒരു സാധനമാണ് നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് ചപ്പ് ചവറ് പോലെ ടെക്സ്റ്റിൽ ഏക്കറിനങ്ങനെ പേജസിലൊക്കെ എഴുതി വെച്ചേക്കുന്നത് പലതരം പ്യൂരിഫിക്കേഷൻ മെത്തേഡ്സ്, അതേപോലെ
ഈ പറഞ്ഞ പോലെ ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഒക്കെ അത് തിയറിറ്റിക്കലി അത് പറയേണ്ട കാര്യമൊന്നുമില്ല. അത് ജസ്റ്റ് അതിന്റെ സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് മാത്രം സോൾവ് ചെയ്തങ്ങ് പോയാൽ മതി. അതിൽ തിയറി വായിക്കാൻ നിന്നാൽ നമുക്ക് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്നും തീർക്കാൻ പോലും പറ്റത്തില്ല, അത്രയും വാസ്റ്റ് തിയറിയാണ്. ആ തിയറീസ് ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ സമയം ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഒരു സിഗ്നിഫിക്കൻസും കാര്യമായിട്ടില്ല. ഓക്കെ, ഇത്രയുമാണ് ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് കൺസെപ്റ്റ് എന്ന 11th സ്റ്റാൻഡേർഡ് കെമിസ്ട്രി ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന എസെൻഷ്യൽ തിയറി. അപ്പൊ ഇതിന്റെ MCQs ആയിരിക്കും നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ചാപ്റ്ററിന്റെ ബാക്കി കണ്ടിന്യൂഷനും കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ, താങ്ക് യു.